സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. ആറ്റിങ്ങലിൽ വീടിന് മുന്നിൽ വൃദ്ധയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ കൂരവ് വിളവീട്ടിൽ ലീലാമണിയാണ് മരിച്ചത്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട് വിലങ്ങാട് ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. വെള്ളം കയറിയതിനെ തുടർന്ന് ആറളം ഫാമിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം CV അനുമോദിലേക്കാണ്. അനുമോദ്, ഏറ്റവും വലിയ മഴ വലിയ രീതിയിൽ നാശം വിതച്ചിരിക്കുന്നത് വടക്കൻ മേഖലകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തെ ഒരു സാഹചര്യം എന്താണ്? ശക്തമായ മഴയാണോ അവിടെ? വലിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഭവ്യ, മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ ഏറ്റവും അധികം ദുരിതമുണ്ടാക്കിയിരിക്കുന്നത്. മലപ്പുറത്ത് ഇന്ന് സാഹചര്യങ്ങൾ അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നുണ്ട്. രാവിലെ വരെ പലയിടങ്ങളിലും കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ വയനാട്ടിൽ മേൽപ്പാടി ഭാഗത്തൊക്കെ മഴ പെയ്യുന്ന ഇത് തുടരുകയാണ്. ശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ ചാലിയാറിൽ നിലമ്പൂരിൽ ജലനിരപ്പ് പലപ്പോഴായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ചാലിയാറിൻ്റെ പല മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചാലിയാർ പോകുന്ന പല മേഖലയിലും വാഴക്കാട് ഭാഗത്തൊക്കെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മലപ്പുറത്തിൻ്റെ സമീപ ജില്ലകളിലായിട്ടുള്ള കോഴിക്കോടാവട്ടെ, വയനാടാവട്ടെ, ഇവിടെയൊക്കെ തന്നെ കനത്ത മഴ ദുരിതം വിതയ്ക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ മലയോര മേഖലയിൽ വിലങ്ങാടും അതുപോലെ തന്നെ കുറ്റ്യാടി മേഖലകളിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ പല ഭാഗത്തായിട്ട് മണ്ണ് വീണ അവസ്ഥയുള്ള ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വയനാട്ടിൽ ഇന്നലെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായ മണ്ണിടിച്ചിലുണ്ടായതായിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അത് അല്പസമയം തന്നെ ബാവലിപ്പുഴയിലൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് മക്കി ഭാഗത്തൊക്കെ ഒഴുക്ക് വളരെയധികം ഉണ്ടായതായിരുന്നു. മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാണാസുര സാഗറിൻ്റെ അണക്കെട്ട് അല്പം കൂടി 85 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ള മേഖലകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ 2 ഇടങ്ങളിലായിട്ട് മാനന്തവാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ അതിർത്തി മേഖലകളിലും ആറളം ക്യാമ്പിലുമൊക്കെ മഴ പ്രശ്നമായതിനെ തുടർന്ന് അവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റും മഴയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് പല മേഖലകളിലും മഴ വലിയ നാശം തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടി ഭാഗത്തൊക്കെ കനത്ത മഴ തുടരുന്നത് കൊണ്ട് തൂതപ്പുഴയിലും അതുപോലെ അനുബന്ധ നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് പോത്തുണ്ടി ഡാമും മറ്റു ഡാമുകളൊക്കെ തന്നെ ഉയർത്തും എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡാമുകൾ ഉയർത്തുന്നതോടെ മലമ്പുഴയും അതുപോലെ തന്നെ പോത്തുണ്ടി ഡാമുകൾ ഉയർത്തുന്നതോടെ ഭാരതപ്പുഴയിലും അനുബന്ധ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ തീരപ്രദേശത്ത് പൊന്നാനിയിൽ കടൽക്ഷോഭവും രൂക്ഷമായിട്ടുണ്ട്. 5 വീടുകൾ തീരത്തോട് ചേർന്ന് 5 വീടുകളും കടലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസം നൽകുന്ന ഒരേ ഒരു കാര്യം. എന്നാണെങ്കിൽ മഴ നിലവിൽ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാനം തെളിഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ വൈകുന്നേരത്തോടെ വീണ്ടും മഴ ശക്തമാകുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതയിൽ തന്നെയാണ് ഈ മലയോര മേഖലയിലുള്ളവരും തീരപ്രദേശത്തുള്ളവരും ഒക്കെ തന്നെ ഉള്ളത്. ആവശ്യഘട്ടങ്ങളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാനുള്ള നിർദ്ദേശം ഇവിടെയെല്ലാം തന്നെ അധികൃതർ നൽകിയിട്ടുമുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? കനത്ത മഴയുണ്ടോ? ഈ നദികളിലൊക്കെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നദികളിൽ ജലം ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവരങ്ങൾ ആണ് അനുഭവപ്പെടുന്നത്. പക്ഷേ മേഘാവൃതമാണ് ആകാശം. മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയുണ്ട്. അതേസമയം ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തിരുവല്ല അപ്പർ കുട്ടനാട് മേഖല, അത് കടപ്പുറ, നെടുമ്പറം തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി വീടുകൾ വെള്ളം കയറിയ അവസ്ഥയാണ്. വീട്ടു സാധനങ്ങളൊക്കെ നശിക്കുന്ന സാഹചര്യമുണ്ട്. അവരെയൊക്കെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക്
മാറ്റിയിട്ടുണ്ട്. അത് 53 പേരാണ് 4 കുടുംബങ്ങളിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെ 53 പേരെയാണ് ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. സംസ്ഥാന പാതയിൽ ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖല സംസ്ഥാന പാതയിൽ വെള്ളം കയറിയ പല ഭാഗങ്ങളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ മണിമലയാർ നദി കരകവിഞ്ഞതോടുകൂടിയാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള വാഹനങ്ങൾ കടന്നു വന്ന് നേരിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും വീടുകളിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടുകൂടി വീടുകളിലെ ആളുകളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെയൊക്കെ സാധാരണ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന മേഖലയാണ്. അതേസമയം ഈ മണിമലയാറ് നദി ജലം കരകവിഞ്ഞതോടുകൂടിയാണ് ഈ സംരക്ഷണ ഭിത്തി തകർന്ന് ഒപ്പം റോഡിലേക്ക് വെള്ളം കയറിയതോടുകൂടി തന്നെയാണ് ഗതാഗത തടസ്സത്തിന് ബുദ്ധിമുട്ടുണ്ടായത്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഡാമുകളുടെ കാര്യമാണ്. മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. കക്കാടിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറാൻ സാധ്യതയുള്ളത്. പക്ഷെ അതൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവരെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതി പല സ്ഥലങ്ങളിലും ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ നിരവധി പോസ്റ്റുകൾ മരങ്ങൾ വീണ് ഒടിഞ്ഞതുകൊണ്ട് തന്നെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടവും വൈദ്യുതി കൊണ്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും വ്യാപകമായ നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ജില്ലയുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിൽ മലയോര മേഖലയിലും കാർഷിക വിളകൾ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഈ കനത്ത മഴയുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരത്തിൽ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ മാറി വയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. വരും മണിക്കൂറുകൾ മഴ പെയ്താൽ ഒരുപക്ഷെ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്ന പോലെ തന്നെ അച്ചൻകുളാറ്റിലും നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ജലനിരപ്പ് ഉയർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. എന്തായാലും ഈ മഴ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന് നെഞ്ചുലച്ച വയനാട് മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾക്ക് മുൻപിൽ ഉണ്ടാവുക. എന്തായാലും ആ മഹാദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം ഒരാണ്ട് ആവുകയാണ്. ഈ 30-ന് അതായത് 2024 ജൂലൈ 30-നായിരുന്നു കേരളത്തിൻ്റെ നെഞ്ചുലച്ച മഹാദുരന്തം സംഭവിച്ചത്. എന്തായാലും വെള്ളരിമലയുടെ താഴ്വാരത്തിലേക്ക് ആർത്തുലച്ചു വന്ന ആ ഒരു ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായത് മലയാളികളുടെ പ്രിയപ്പെട്ടവർക്കാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവർക്കാണ്. അത്തരത്തിലൊരു ദുരന്തത്തെ ഇനി മലയാളികൾക്ക് മുൻപിലേക്ക് വരാതിരിക്കണം. അത്തരത്തിലൊരു ദുരന്തം ഇനി സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് വാർത്തകൾ നോക്കാം.